British Acharya, English is my life. English ആകുന്നു എൻ്റെ ജീവിതം. Hi friends, have you watched that video? Have you watched that entire video? Good. What do you feel now? എന്ത് തോന്നുന്നു? Tell me. രസകരമായിരുന്നു? ബോറടിച്ചോ? ചിലർക്ക് ബോറടിച്ചിട്ടുണ്ടാകും, കാരണം നീണ്ടു പോയത് കാരണം അല്ലേ, വളരെ ഡീറ്റെയിൽ ആയിട്ട് പോയത് കാരണം അങ്ങനെ തോന്നിയോ? ഉണ്ടെങ്കിൽ പറയണം. ഇനിയുള്ള വീഡിയോകളിലൊക്കെ നമുക്കങ്ങനെ ചുരുക്കി ചെയ്യുവാനായിട്ട് സാധിക്കും. എല്ലാവർക്കും മനസ്സിലാകുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അല്ലേ. എനിക്കറിയില്ലല്ലോ ആരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഹൂ ഓൾ ആർ ലിസണിങ് ടു മീ അല്ലേ. ഒരു ഓട്ടോ ഡ്രൈവർ ഇത് കാണുന്നുണ്ടെങ്കിലോ ഇല്ലേ, അദ്ദേഹത്തിനും മനസ്സിലാകണ്ടേ. അതുകൊണ്ടാണ് സാർ അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വലിയ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് അല്ലേ. സാധാരണ ആരും ഇങ്ങനെയൊന്നും പഠിപ്പിക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുക. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതുകൊണ്ട് എന്ത് ഗുണം കിട്ടിയെന്നറിയാവോ? ഇനിയുള്ള ഘടനകൾ പഠിക്കുമ്പോൾ ഈസിയാണ്. ആ ഘടനകളുടെ അർത്ഥം നമുക്ക് കാണുവാൻ ഈസിയാണ്. അതാണ് ഇങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടുള്ള ഗുണം അല്ലേ. ഇനി ബീൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം ഒരു ആയി അല്ലേ, അല്ലെങ്കിൽ ഒരു പെർഫെക്ഷൻ അല്ലേ, ഒരു പെർഫെക്ഷനുള്ള ആശയമാണതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അല്ലേ. അതുപോലെ തന്നെയാണ് ഇനിയുള്ള ഘടനകൾ പഠിക്കുക. ഓക്കെ, ഒരു ടെൻസ് എന്ന് പറയുന്ന ഒരു മരമാണെന്ന് വിചാരിക്കുക. ടെൻസ് എന്ന് പറയുന്നത് ഒരു മരമാണ്. ഈ മരത്തിന് 12 ശിഖരങ്ങളുണ്ട്, 12 ചില്ലകളുണ്ട്. ദിസ് ട്രീ ഹാസ് 12 ബ്രാഞ്ചസ്. അതിലൊരു ബ്രാഞ്ചാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. ഓക്കെ, പ്രയാസപ്പെട്ടാണോ ഈ ബ്രാഞ്ചിലെത്തിയത്? അല്ല. ഇത്രയും നാൾ ഈ ബ്രാഞ്ചിലൊന്ന് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറേ ദിവസം ചിലവഴിച്ച് കുറേ പണം മുടക്കി, പക്ഷേ ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ സുന്ദരമായിട്ട് നിമിഷ നേരം കൊണ്ട് നിങ്ങൾ ആ ബ്രാഞ്ചിലെത്തി. ഈ 12 ടെൻസുള്ള മരത്തിൽ ഒരു ബ്രാഞ്ചിൽ നിങ്ങൾ എത്തി. ഇനി അടുത്ത ബ്രാഞ്ചിലേക്ക് പോകുവാൻ ഇത്ര സമയം വേണോ? ഇല്ല. ഈ ബ്രാഞ്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അടുത്ത ബ്രാഞ്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാലെടുത്ത് വെച്ചാൽ അടുത്ത ബ്രാഞ്ചായി, അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കാലെടുത്ത് വെച്ചാൽ അടുത്ത ബ്രാഞ്ചായി. ഓക്കെ, അങ്ങനെ ഈ 12 ശിഖരത്തിലും നമ്മളിരുന്ന് പെട്ടെന്ന് ഈ ടെൻസുകൾ പഠിക്കുന്നു. അങ്ങനെ കോൺഫിഡൻസ് ജനറേറ്റ് ചെയ്യുന്നു. പിന്നെയുള്ള ഘടനകളും കാര്യങ്ങളും ഈ പറയുന്ന ടെൻസിൽ നിന്നുകൊണ്ട് പഠിക്കുന്നു. അപ്പോൾ എല്ലാം ഈസിയായി മാറുന്നു. ക്ലിയർ? വിശ്വാസം വന്നു എന്ന് കരുതിക്കോട്ടെ. അപ്പോൾ ഇത് ക്ലാസ് അല്ലായിരുന്നു, ഞാൻ എന്ത് ആണ് എന്ന് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തന്നു എന്ന് മാത്രം. ഓക്കെ, വീഡിയോയുടെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു? വീഡിയോയുടെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാ അക്ഷരങ്ങളൊക്കെ വ്യക്തമായിരുന്നു. ബട്ട് ഫ്രണ്ട്സ്, ഇത് ഞാൻ തന്നെ ചെയ്തതാണ്. എൻ്റെ റൂമിൽ ഒരു ക്വാളിറ്റിയുള്ള വെബ് ക്യാം വെച്ച് അതിൽ പിടിച്ചെടുത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഓക്കെ, ഇപ്പോൾ കാണുന്നതും അത് തന്നെ. ഇതിൻ്റെ എഡിറ്റിംഗ് ഞാൻ തന്നെ, ഇതിൻ്റെ മിക്സിങ് ഞാൻ തന്നെ. ഈ മൈക്ക് വെച്ചത് എന്തിനാണെന്ന് അറിയാവോ? ഓഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റി വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഓഡിയോയ്ക്ക് ക്ലാരിറ്റി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഞാൻ അത്രയ്ക്ക് കേമനൊന്നുമല്ല, എഡിറ്റിങ്ങിൽ കേമനൊന്നുമല്ല. കാരണം ഇറ്റ് ഈസ് നോട്ട് മൈ ബ്രെഡ് ആൻഡ് ബട്ടർ. ഇതെൻ്റെ ജീവിതമാർഗമല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, ഒരു പ്രൊഫഷണൽ ആയിട്ട് ഒരാളെ കൊണ്ട് ചെയ്യിക്കുവാൻ പറ്റില്ലേ എന്ന്. ഞാൻ അതിന് ശ്രമിച്ചതാണ്, പക്ഷെ അവർക്ക് കിട്ടുന്ന ഫ്രീ ടൈമിൽ ഞാൻ ഫ്രീ അല്ല. എൻ്റെ സമയത്ത് അവർക്കും ഫ്രീ ആവുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ തന്നെ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. എനിക്ക് കിട്ടുന്ന ഫ്രീ ടൈമിൽ ഞാൻ തന്നെ ക്യാമറ ഓൺ ചെയ്ത്, ഞാൻ തന്നെ ടൈപ്പ് ചെയ്ത്, ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത്, എന്തും നിങ്ങൾ കാണുന്നത് എൻ്റെ സൃഷ്ടിയാണ്. സോഫാർ ഇതേവരെയുള്ള എല്ലാം ഈ വീഡിയോകൾ ഞാൻ തന്നെയാണ്, ഒരാളെയും ബന്ധപ്പെടുത്തിയിട്ടില്ല. ടൈപ്പിങ്ങും എല്ലാം മലയാളമൊന്നും എനിക്ക് ടൈപ്പ് ചെയ്യാൻ വലിയ അറിവില്ല, അതുകൊണ്ട് വല്ല തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ബ്രിട്ടീഷ് ആചാര്യ, ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്. ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം. ഇനി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ ഈ ക്ലാസ്സുകൾ ലഭിക്കും എന്നുള്ളതാണ്. വളരെ അകലെയുള്ളവർക്ക് സാധ്യമല്ല, അവർക്ക് ഞങ്ങൾ വീഡിയോ തരുന്നതാണ്. എല്ലാ വീഡിയോകളും ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടില്ല, കാരണം അത് നിങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് തരിക. നിങ്ങൾക്ക് വീഡിയോകൾ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ ഡിമാൻഡ് ചെയ്താൽ ഇതിൻ്റെ ബാലൻസ് തരാവുന്നതാണ്. ഇപ്പോൾ കണ്ട വീഡിയോ തുടക്കമല്ല, തുടക്കം എങ്ങനെയാണെന്ന് കാണിക്കുന്ന വീഡിയോകൾ ഈ വീഡിയോയുടെ പിന്നിലുണ്ട്. അത് സെർച്ച് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാ വീഡിയോകളും അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുകൂടി കരുതണം വെൻ യു വാച്ച് എ വീഡിയോ. ഓക്കെ, ഈ രീതി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഇംഗ്ലീഷിൽ എന്തൊക്കെയുണ്ടോ ഞാൻ പറയുന്നു, എന്തൊക്കെയുണ്ടോ അതൊക്കെ പഠിക്കുവാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ട്. ഇത് മനസ്സിലാക്കുവാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഗ്രാസ്പിംഗ് പവർ നിങ്ങൾക്കുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ബ്രെയിനാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഇനി ഇംഗ്ലീഷിൽ എന്തൊക്കെയുണ്ടോ അത് പഠിക്കുവാനുള്ള ബ്രെയിൻ ഉണ്ടെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. ഓക്കെ, അതുകൊണ്ട് ബ്രെയിനിൻ്റെ കപ്പാസിറ്റി മനസ്സിലാക്കണമെങ്കിൽ നേരിട്ടുള്ള ക്ലാസ്സുകളിൽ വരുന്നതായിരിക്കും നല്ലത്. കാരണം ലാംഗ്വേജ് ലേണിങ്ങിൽ ഉപയോഗിക്കുന്നത് 3 തരം മെമ്മറിയാണ്.
ബ്രെയിനിൻ്റെ 3 തരം കഴിവുകളെയാണ് ലാംഗ്വേജ് ലേണിങ്ങിൽ ഉപയോഗിക്കേണ്ടത്. 1 കെനസ്തറ്റിക് അനുഭവം, 2 വിഷ്വൽ കാഴ്ച, 3 ഓഡിറ്ററി കേൾവി. കെനസ്തറ്റിക് മെമ്മറി, വിഷ്വൽ മെമ്മറി, ഓഡിറ്ററി മെമ്മറി. ഈ 3 മെമ്മറി കൂടി ഉപയോഗപ്പെടുത്തി പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ മറക്കുകയില്ല. ഞാൻ ഈ ഫീൽഡിൽ ഏകദേശം 12 വർഷമായി. ഐ ഹാവ് ബീൻ ഇൻ ദിസ് ഫീൽഡ് ഫോർ ദ ലാസ്റ്റ് 12 years. മോസ്റ്റ് ഓഫ് ദ ഇയേഴ്സ് ഐ ഹാവ് ബീൻ ഇൻ കാലിക്കറ്റിലായിരുന്നു. അവിടെ നടത്തിക്കൊണ്ടിരുന്നത് 2 മാസത്തെ കോഴ്സായിരുന്നു. ഏകദേശം 60 മണിക്കൂർ കോഴ്സായിരുന്നു. എപ്പം ഞാൻ ക്ലാസ് തുടങ്ങിയാലും ഫ്രീ ക്ലാസ് നടത്തിയിട്ടാണ് ആൾക്കാരെ ചേർക്കുക. കാലിക്കറ്റുകാരോട് ചോദിച്ചാൽ എന്നെ അറിയും അവർ, ബിക്കോസ് ഐ ആം സോ പോപ്പുലർ ഇൻ കാലിക്കറ്റ്. അപ്പോൾ ഇവിടെ 60 മണിക്കൂറുള്ള ക്ലാസ്സുകളാണ് നടത്താറ്. അപ്പോൾ ഒരു ബാച്ച് തുടങ്ങുമ്പോൾ ഞാൻ ഫ്രീ ക്ലാസ് അനൗൺസ് ചെയ്യും, ഫ്രീ ആയിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കും, എന്നിട്ട് ഈ 60 ദിവസത്തെ കോഴ്സിലേക്ക് ചേർക്കും. പക്ഷേ മിക്കവർക്കും സമയമില്ല. സമയമുള്ളവർ ഈ 60 ദിവസത്തെ കോഴ്സിൽ ചേരും. പക്ഷേ ഈ ഗൾഫിൽ നിന്നൊക്കെ വന്നവർ പേപ്പറിൽ പരസ്യം കാണുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞറിഞ്ഞ് വരും, എന്നിട്ട് ഈ സെമിനാറിലിരിക്കും. സെമിനാർ കഴിയുമ്പോഴേക്കും വളരെ ത്രില്ഡാകും. എന്നിട്ട് എൻ്റെ അടുത്ത് വരും, സാറേ ഞാൻ അടുത്ത മാസം പോകും, ഈ 60 ദിവസത്തെ കോഴ്സ് തീർക്കുവാൻ എനിക്ക് സാധിക്കില്ല സാർ, അതുകൊണ്ട് എന്ത് ചെയ്യും? അവൻ ത്രില്ഡാണ്. ഓക്കെ സാറേ, ഒരാഴ്ചയിൽ ഈ ക്ലാസ് തീർക്കുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സാധ്യമല്ല, കാരണം ഒരാഴ്ച എന്ന് പറയുമ്പോൾ എന്ത് തരുവാൻ സാധിക്കും സാർ? എത്ര സമയം വേണമെങ്കിലും ചിലവഴിക്കാം എന്ന് പറഞ്ഞു. ഞാൻ കാലത്ത് വന്നിട്ട് വേണമെങ്കിൽ രാത്രി പോയിക്കോളാം, എന്നാലും എനിക്ക് ഇഷ്ടമായി, അതുകൊണ്ട് എനിക്ക് ഈ ക്ലാസ് കിട്ടിയേ തീരൂ, ഞാൻ കുറച്ച് പേരെയൊക്കെ സംഘടിപ്പിച്ച് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലൊരു ചിന്ത വന്നു, അങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് കൂടെ ഈ 60 ദിവസത്തെ ക്ലാസ്സിനെ 7 ദിവസത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ള ചെറിയ ചിന്ത ആ വിദ്യാർത്ഥി എനിക്ക് നൽകുകയാണ്. ആ സെമിനാർ അറ്റൻഡ് ചെയ്ത് ആ കുട്ടി എനിക്ക് നൽകുകയാണ്. അങ്ങനെ ഞാനൊന്ന് ഇരുന്നു, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചു. അങ്ങനെ 7 ദിവസം കൊണ്ട് ഈ ക്ലാസ് തീർക്കാമെന്ന് ഞാൻ കണ്ടെത്തി. എന്നാൽ പോലും കുറച്ച് ബുദ്ധിമുട്ടുകൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരു ദിവസം 10 മണിക്കൂർ വെച്ച് അങ്ങനെ 7 ദിവസം 70 മണിക്കൂർ. ഓക്കെ, മറ്റേ ക്ലാസ് എത്ര മണിക്കൂറാണ്? 60 മണിക്കൂർ. 60 ദിവസം എൻ്റെ ക്ലാസ് 60 മണിക്കൂറാണ്, ഇവിടെ 70 മണിക്കൂർ. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം എന്തിനാണ് 70 മണിക്കൂറെന്ന്. സാധാരണ കോഴ്സ് 60 ദിവസം 60 മണിക്കൂറാണ്. പക്ഷേ 7 ദിവസം എന്തിനാണ് 70 മണിക്കൂറെന്ന്? ഒരു ദിവസം 10 മണിക്കൂർ വെച്ച്. കാലത്ത് 10 മണിക്ക് കോഫി ബ്രേക്ക് ഉണ്ട്, ഉച്ചയ്ക്ക് 1 മണിക്ക് ലഞ്ച് ബ്രേക്ക് ഉണ്ട്, വൈകിട്ട് 4 മണിക്ക് വീണ്ടും കോഫി ബ്രേക്ക് ഉണ്ട്. അപ്പോൾ അതിനെടുക്കുന്ന സമയം കൂടി നമ്മൾ പരിഗണിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 70 മണിക്കൂർ ആക്കി മാറ്റിയത്. അപ്പോഴും വേറൊരു പ്രശ്നമെന്ന് പറയുന്നത് ആളുകൾ ഇങ്ങനെ ബോറടിക്കാതെ ഇരിക്കുമോ ഈ 10 മണിക്കൂർ എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ടായി. ഏതായാലും ഞാൻ എന്ത് ചെയ്തു, ഒരു കോഴ്സ് കമൻസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ വീണ്ടും പരസ്യം കൊടുത്തു. പേപ്പറിൽ 7 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സുന്ദരമായിട്ട് സംസാരിക്കുവാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞ് ഒരു പരസ്യം കൊടുത്തു. അറിയാവുന്നവരെ വിളിച്ചു പറഞ്ഞു, സെമിനാർ നടത്തി. അങ്ങനെ ക്ലാസ് തുടങ്ങാനായിട്ട് പോവുകയാണ്. ഓക്കെ, 7 ദിവസം എന്ന് പറയുന്നത് ആദ്യത്തെ 3 ദിവസം ബേസിക് കോഴ്സാണ്, പിന്നെ വരുന്നത് 2 ദിവസം ഇൻ്റർമീഡിയറ്റ്, പിന്നെ വരുന്ന 2 ദിവസം, അവസാനത്തെ 2 ദിവസം അഡ്വാൻസ്ഡ്. അങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിരുന്നത്. ഓക്കെ, അങ്ങനെ പരസ്യം കൊടുത്തു. അങ്ങനെ ആദ്യ ബാച്ച് 28 കുട്ടികളെ വെച്ച് തുടങ്ങുകയാണ്. ഓക്കെ, കാലിക്കറ്റ് ഞാൻ സുപരിചിതനായതുകൊണ്ട് ഇനി 7 ദിവസമല്ല 1 ദിവസം എന്ന് പറഞ്ഞാൽ ആൾക്കാർ വന്നു ചേരും. കാരണം അവർക്ക് വിശ്വാസമുണ്ട്, ഞാൻ കൊടുക്കുമെന്ന് പറയുന്നത് കൊടുക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അതൊരു പ്രശ്നമായിരുന്നില്ല. 28 സ്റ്റുഡൻസ് എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് അവരെന്തായി മാറി എന്നായിരിക്കാം ഈ കോഴ്സ് കഴിഞ്ഞിട്ട്. അങ്ങനൊരു ചിന്ത ഇപ്പോൾ നിങ്ങളിലുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇത് ആർക്കും പറയുവാൻ സാധിക്കും. വായ കൊണ്ട് ആർക്കും പറയാം, നാവുണ്ടെങ്കിൽ ആർക്കും ഇങ്ങനെ പറയാം, ഫാബ്രിക്കേറ്റ് ചെയ്ത് നുണ പറയുവാൻ സാധിക്കും. അത് പ്രൂവ് ചെയ്ത് കാണിക്കണം. ഓക്കെ, അല്ലാതെ ആരും വിശ്വസിക്കില്ല. 7 ദിവസത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഓക്കെ, അത് പ്രൂവ് ചെയ്യണം. എങ്ങനെ ചെയ്യുവാൻ സാധിക്കും? ഇപ്പോൾ എൻ്റെ മുന്നിൽ നിങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ അനുഭവം എനിക്ക് കേൾപ്പിച്ച് തരുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾ അവരുടെ അനുഭവം കേൾക്കുക, എന്നിട്ട് മനസ്സിലാക്കുക 7 ദിവസം കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന്. അവർ പറയുന്നത് 3 ദിവസത്തെ അനുഭവമാണെന്ന് മനസ്സിൽ കരുതണം. 7 ദിവസം കഴിഞ്ഞിട്ടല്ല അവർ സംസാരിക്കുന്നത്, വെറും 3 ദിവസം കഴിഞ്ഞ് അതിൻ്റെ അവസാനത്തിലാണ് സംസാരിക്കുന്നത്, ആ അനുഭവം പറയുന്നത്. അങ്ങനെയെങ്കിൽ 7 ദിവസം കഴിയുമ്പോൾ എന്ത് ആകുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്. ഒരു പ്ലാന്റുമല്ലായിരുന്നു. ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് പറയുവാൻ പറഞ്ഞു. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കയ്യിലൊരു ക്യാമറ ഉണ്ടായിരുന്നു, അവനറിയാവുന്ന രീതിയിൽ പിടിച്ചതാണ്. അതുകൊണ്ട് ഒരു രീതിയിലുമുള്ള ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി അതിൽ എക്സ്പെക്റ്റ് ചെയ്യരുത്. അവരുടെ
മനസ്സ് മനസ്സിലാക്കുക. സത്യസന്ധമാണോ അവർ പറയുന്നത് മനസ്സിലാക്കുക. അത് പറയിപ്പിച്ച് പറയുന്നതാണോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഓക്കെ, ആ വാക്കുകളെല്ലാം ഹൃദയത്തിൽ നിന്നാണോ വരുന്നത് എന്നും നിങ്ങൾക്ക് മനസ്സിലാകും. ആ വീഡിയോ ആ രീതിയിലാണുള്ളത്. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. എല്ലാ സ്പീച്ചുകളും കൊടുത്തിട്ടില്ല. സമയമില്ലാത്തത് കൊണ്ട് കുറച്ചൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരാളുടെ സ്പീച്ച് തന്നെ നീണ്ടുപോയ സ്പീച്ചുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ക്വാളിറ്റിയും പ്രതീക്ഷിക്കരുത്. എന്താണോ അതാണ് നൽകിയിരിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്നും മനസ്സിലാക്കുക, 3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ അവസ്ഥ അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ 7 ദിവസം കഴിയുമ്പോൾ ഞാൻ എന്തായി മാറും എന്ന് ചിന്തിക്കുക. അതിനുവേണ്ടി മാത്രമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് കാണുക, ആ ക്ലാസ്സിൻ്റെ രീതി മനസ്സിലാക്കുക. എന്നിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, പ്ലീസ് വാച്ച് ഇറ്റ്. ബ്രിട്ടീഷ് ആചാര്യ, ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്. ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം. ഇംഗ്ലീഷിൽ പറയാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ ഇവിടെ സമയം കണക്കിലെടുത്തിട്ട് മലയാളം ഉപയോഗിക്കുന്നു. പക്ഷേ ഇംഗ്ലീഷ്, ഐ ആം റെഡി ടു സ്പീക്ക് ഇംഗ്ലീഷ്. പക്ഷെ അദ്ദേഹം ഉപയോഗിച്ചതുപോലെ ഒന്ന് വേഗത്തിൽ പറയണമെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇവിടെ വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ടു നോ അബൌട്ട് ദ മെത്തഡോളജി. ഞാൻ പറഞ്ഞു, ഞാൻ MSc സൈക്കോളജി ഏകദേശം കഴിഞ്ഞു എന്നാണ്. സത്യസന്ധമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരുപാട് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഈ സൈക്കോളജി ലബോറട്ടറിയിൽ നടക്കുന്ന ചില പരീക്ഷണങ്ങളിൽ തുടർച്ചയായിട്ടുള്ള പഠനവും ഇടവേളകളിലെ പഠനവും പരീക്ഷണവിധിയാക്കുമ്പോൾ എല്ലാവർക്കും കൂടുതൽ കഴിയുന്നത് ഇടവേളകളിലെ പഠനമാണ്. പക്ഷേ നല്ലൊരു അധ്യാപന ശൈലിയിലൂടെ എത്ര ദിവസമാണെങ്കിലും ഒരു മനുഷ്യനില്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റുമെന്ന ഒരു പുതിയ ചിന്ത എനിക്കിവിടെ കിട്ടി. എന്തുകൊണ്ടാണ് നമ്മളിവിടെ ഇരുന്നത്? അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു പരസ്യം കൂടെ, ഞാൻ കൊല്ലങ്ങൾക്ക് മുമ്പ് കേട്ടിട്ടുണ്ട്, ഇംഗ്ലീഷ് രക്തത്തിൽ ലയിപ്പിക്കുന്നു. ഒരു പരസ്യത്തിൽ പോലും ഇദ്ദേഹത്തിന്റെ ഗാഢമായ ചിന്തയെ നമുക്ക് കാണാൻ പറ്റും. എല്ലാത്തിലും, അതായത് ഒന്നിനെ അനുകരിക്കുന്നില്ല, വ്യത്യസ്തത. എന്തുകൊണ്ട് നമ്മളിവിടെ എത്തിയെന്നത് ചിന്തിക്കുമ്പോൾ ഒന്നുമല്ല, ഹി ഈസ് ഏബിൾ, വെരി സിമ്പിൾ. ഇദ്ദേഹം ഞാൻ എന്നെ ഒരുപാട് പേര് പഠിപ്പിച്ചു എന്നതാണ് എനിക്കൊന്നും പഠിയാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം. നമ്മളൊക്കെ പെട്ടതാണ്, നമ്മൾ അധ്യാപകർ പഠിപ്പിച്ചിട്ടില്ല. BEd ഉള്ളവർ അധ്യാപകരല്ല, LLB ഉള്ളവർ അഡ്വക്കറ്റോ MSc സൈക്കോളജി കഴിഞ്ഞൊരു സൈക്കോളജിസ്റ്റോ അല്ല. നമുക്ക് സൈക്കോളജിസ്റ്റിനെയാണ് ആവശ്യം, ടീച്ചേഴ്സിനെയാണ് ആവശ്യം, അഡ്വക്കേറ്റ്മാരെയാണ് ആവശ്യം, ഡോക്ടർമാരെയാണ് ആവശ്യം. പക്ഷെ അതില്ല. വളരെ പുച്ഛമായ, സത്യം പറഞ്ഞാൽ 2-3 ടീച്ചർമാരോട് എനിക്ക് ബഹുമാനമുള്ളൂ. കാരണം അവരാണ് എന്നെ സ്വാധീനിച്ചത്. ഇദ്ദേഹത്തെ ഞാൻ എൻ്റെ ഒരു ടീച്ചറായിട്ട് അംഗീകരിക്കുന്നു. ഒരു ടീച്ചർ എന്നതിന്റെ അർത്ഥമാണ് ഇദ്ദേഹം. ഹി ഈസ് ദ മീനിങ് ഓഫ് ടീച്ചർ. എന്തുകൊണ്ട് മറ്റു ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് പഠിയുന്നില്ല എന്നതിന് കാരണം, ഞാൻ ഫുഡ് ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് ബുക്കുകൾ ഫുഡ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ കണ്ട ഫുഡല്ല മറ്റു ബുക്കുകളിൽ. ഇവിടെ കണ്ടത് ഹി വാസ് ആക്ടിങ്. അദ്ദേഹം അഭിനയിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന് അഭിനയ കഴിവ്, ഇദ്ദേഹത്തിന് ഡാൻസിങ് പവർ, ഏതൊക്കെ രൂപത്തിലുള്ള കഴിവുകളുണ്ടോ ഈ കഴിവുകൾ മുഴുവൻ ഒരു ടീച്ചിങ് മെത്തേഡായി ഉപയോഗിക്കുന്നു എന്നതാണ്. ഇത് ഞാനൊരു ടീച്ചറാവുന്നത്, എനിക്ക് ആക്ടിങ് കഴിവില്ല, എനിക്ക് ആ കഴിവ് എൻ്റെ ടീച്ചിങ്ങൊക്കെ ഉപയോഗിക്കാൻ കഴിയില്ല. ഇദ്ദേഹത്തിന് ഹീസ് ഏബിൾ ടു യൂസ് ഹിസ് ഓൾ കപ്പാസിറ്റീസ്. ഇദ്ദേഹത്തിന്റെ ആക്ടിങ് പവർ, ഡാൻസിങ് പവർ, ഇടക്കിടക്ക് പെട്ടത് ചിന്തയോടുകൂടി ചിലത് സ്റ്റോർ ചെയ്ത തമാശകളിലൂടെ ഇദ്ദേഹം നമ്മളൊരു ഇങ്ങനെ കൊണ്ടുപോവാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തോട് വെല്ലുവിളിക്കണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ അതേ എബിലിറ്റിയുള്ള കഴിവുകളും ഒരു 3 ദിവസം ഇങ്ങനെ ഓഫർ ചെയ്ത് നമ്മളെ വെല്ലുവിളിക്കണമെങ്കിൽ ധൈര്യമാണ്. ഇദ്ദേഹത്തെ ഫസ്റ്റ് എനിക്ക് ഇദ്ദേഹത്തിന്റെ ഒരു ഞാൻ ഒരുപാട് സെന്റർ അന്വേഷിച്ചു, ഞാൻ ചേർന്നില്ല. എന്നെ സംബന്ധിച്ച് നമ്മുടെ ആളുകളെ വിലയിരുത്തിയതിനു ശേഷം കൂടുതലൊരു കോൺഷ്യസ് ആവും. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു അപ്രോച്ച് കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ നാവിൽ നിന്ന് ഈ സ്ഥാപനത്തെക്കുറിച്ചും ഇദ്ദേഹത്തെക്കുറിച്ചും നോട്ട് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ സ്ഥാപനം, അദ്ദേഹത്തെ കുറിച്ച് ഹി ഈസ് ഏബിൾ. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നാൽ അദ്ദേഹത്തിന്റെ പിന്നെ ഈ മെത്തഡോളജി ഇത് അറേഞ്ച് ചെയ്തത് വെറുതെ അല്ല. ഓരോന്നിനും 3 പേപ്പറാണ് കിട്ടിയെങ്കിലും അത് ഒരു ദിവസം കൊണ്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ കഴിയില്ല. ഈ 12 ടെൻസ് പോലും
വെറുതെ ഏതോ ഇതിൽ കൂടെ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മുടെ സിലബസ് പോലും വരുന്നത് 12 ടൈംസ്. അതെന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ആ കഴിവിനെ അംഗീകരിച്ചേ മതിയാവും. ഇത് സത്യസന്ധമായതാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഈ മെത്തേഡ് പുതുതാണ്. പൊതുവെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് ട്രാൻസ്ഫർ അനുഭവപ്പെടും. അതായത് ഒരു സമയം പഠിച്ച കാര്യങ്ങൾ പുതുതായി പഠിക്കുന്ന ചില കാര്യങ്ങളെ തടസ്സപ്പെടുത്തും. അപ്പോൾ ഇത് മുഴുവൻ പോസിറ്റീവ് ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. അതായത് ഒന്ന് പഠിക്കുമ്പോൾ അടുത്ത് നമ്മൾ പഠിക്കുന്നതിന് ഇത് വളരെ സിമ്പിളായിട്ട് എവിടെയും കെട്ടിക്കുടുക്കുന്നില്ല. ഈ കണക്ക് പഠിക്കുമ്പോൾ അതാണ് നമ്മൾ കുറേ ഈ ആശയങ്ങൾ നമ്മൾ കെട്ടിക്കുടുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കുടുക്കലില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനത്തെ ഒരു ലേണിംഗ് സിസ്റ്റത്തിൽ ഇത് അറേഞ്ച് ചെയ്തതാണ് ഇതിൻ്റെ സയൻറ്റിഫിക്. അതുകൊണ്ട് ദിസ് മെത്തേഡ് ഈസ് വെരി സയൻറ്റിഫിക്. അത് ഞാൻ വെറുതെ പറയുന്നില്ല, സത്യസന്ധമായ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ മെത്തഡോളജി ഇദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇപ്പോൾ ഒരു 3 ദിവസത്തെ ക്ലാസ് ഇദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. 3 ദിവസത്തെ ക്ലാസ് വെക്കുമ്പോൾ കുറച്ച് പരിചയമുള്ളവർക്കാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. അല്ലാത്തവരെ സംബന്ധിച്ച്, അതായത് എല്ലാവർക്കും അവർക്ക് ആവശ്യമുള്ളൊരു സമയത്തിനനുസരിച്ച് ഈ മെത്തഡോളജി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് സിമ്പിളായിട്ട് ഫോളോ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ മെത്തഡോളജി എല്ലാ കാലഘട്ടത്തിലും ഏത് സ്ഥലത്തും വളരെ ആരോഗ്യകരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് നിലനിന്ന് പോകാൻ കഴിയട്ടെ എന്നും, ഇപ്പോൾ ഇന്ത്യയുടെ ആഗ്രഹം ഈ ഇംഗ്ലീഷിൻ്റെ ബേസിക് പ്രയോഗങ്ങൾ മുഴുവൻ ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു രീതിയിലൂടെ പഠിക്കണമെന്നില്ല. കാരണം നമുക്ക് ഒരുപാട് വിഷ്വലൈസേഷൻ രീതി കിട്ടുന്നുണ്ട്. ഇദ്ദേഹത്തിന് ഒരുപാട് രീതി കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് കണ്ടിന്യൂഷനും ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. അതുകൊണ്ട് ഈ വൈകിയ വേളയിലും താങ്ക് യു. സാധാരണ പറയാറുണ്ട്, ഒരാളെ പുകഴ്ത്തി പറയുമ്പോൾ നാമം ചൊല്ലണം, രാമ രാമ എന്ന് പറയണം. അതുപോലെ തന്നെ മുസ്ലിങ്ങൾ പറയാറുണ്ട്, ഒരാളെ പുകഴ്ത്തി പറയുമ്പോൾ ആ പുകഴ്ത്തി പറയുന്നതിൻ്റെ മുഖത്തടിക്കണം. പക്ഷേ യാഥാർത്ഥ്യം പറയാതിരിക്കാൻ വഴിയില്ല. ഞാൻ ഈ ഇത് ഇംഗ്ലീഷ് ഭാഷയിലെ തന്നെ ഓക്സിലറി വെർബ്സിൻ്റെ ശരിയായ ഉപയോഗം പോലും ഞാൻ വേണ്ടവണ്ണം മനസ്സിലാക്കിയിരുന്നില്ല. ഇവിടെ വന്ന് ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ 3 ദിവസം ഇരുന്നപ്പോഴാണ് എന്താണ് വോട്ടിട്ടു എന്നും, എന്താണ് അതിൻ്റെ ഉപയോഗമെന്നും, എന്താണ് യൂസർ ഇട്ടു എന്നും, എന്താണ് അതിൻ്റെ ഉപയോഗമെന്നും ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ വന്നു. പക്ഷെ എനിക്കിപ്പോൾ ഒരു ആത്മവിശ്വാസമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ കുറച്ചുകൂടി ക്ലാസ്സുകൾ ഞാൻ പങ്കെടുക്കുകയാണെങ്കിൽ ആ മേഖലയിലും എനിക്ക് ഉയരാൻ കഴിയുമെന്ന് എനിക്ക് വളരെ ആത്മവിശ്വാസമുണ്ട്. എന്ത് തന്നെയായാലും ഇദ്ദേഹം വളരെ ഇദ്ദേഹത്തിന്റെ ആത്മാർത്ഥത, ക്ലാസ് എടുക്കുന്ന മെത്തേഡ്, ഇതെല്ലാം തന്നെ ഞാൻ എത്രയേറെ ക്ഷമയോട് കൂടിയിട്ട് ഒരു ക്ലാസ്സിലും ഞാൻ ഇരുന്നിട്ടില്ല. എനിക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒരാളുടെ ക്ലാസ്സിൽ ഇരിക്കാൻ എനിക്ക് കഴിയില്ല. ആദ്യത്തെ ദിവസം അദ്ദേഹം ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം ഞാൻ ഉറക്കം തൂങ്ങിയിരുന്നു. അത് ഉറക്കം തൂങ്ങിയത് താങ്കളുടെ ക്ലാസ്സിന്റെ മോശം കൊണ്ടല്ല, തെറ്റിദ്ധരിക്കരുത്. തലേ ദിവസം ഉറങ്ങാൻ കഴിയാതിരുന്നത് കൊണ്ട് ആണ് ഞാനത് ഉറക്കം തൂങ്ങിയിരുന്നത്. ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അപ്പൊ എല്ലാവരും ഇദ്ദേഹത്തെ എത്ര തന്നെ ഇദ്ദേഹത്തിന്റെ കഴിവില് അഭിനന്ദിച്ചാലും മതിയാവില്ല. അദ്ദേഹത്തിന് ഞാൻ ഇംഗ്ലീഷ് ഭാഷയിൽ ഇതുവരെ മനസ്സിലാക്കാത്ത കുറെ കാര്യങ്ങൾ ഞാൻ ശ്രമിക്കാത്തത് കൊണ്ടായിരിക്കാം ഞാനത് മനസ്സിലാക്കാതിരുന്നെങ്കിലും വളരെ ലളിതമായി ഇദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു. എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്, നന്ദിയും കടപ്പാടുമുണ്ട്. അദ്ദേഹത്തിന് ആരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും ഒരുപാട് പേർക്ക് അറിവ് നൽകാൻ അദ്ദേഹം എന്നും ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. When I started this class, I could not speak English very fluently. Now I have confidence. My dear friend, I have a humble request. It has done a miracle. Everybody know we can't drive without practice. We can't drive even cycle without practice. So my dear friend, now you have got lot of information from here, and you go your home, you practice regularly. When you practice them regularly, you can find a margin in your spoken English. I will give a big promise. By completing or attending these 3 days or 30 hours program, now I am in a position to talk something in English in front of somebody. I am sure
then time is very high. I have only one suggestion that about the name. Actually, your name is English Jockey. Then I would like to change the name as it is not English Jockey, it is English Vibrant. Thank you. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് സ്പോക്കൺ ഇംഗ്ലീഷിന് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യേണ്ടതുണ്ട് എന്ന്. ആ അർത്ഥത്തിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടതുണ്ട്. ഇൻഡിസിഷൻ ഈസ് ഓഫൺ വേഴ്സ് ദാൻ റോങ് ആക്ഷൻ എന്ന് ജെറാൾഡ് ഫോർഡ് എന്ന ഫിലോസഫർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തെറ്റായ ഒരു പ്രവൃത്തി ചെയ്യുന്നതിനേക്കാളും ഭീകരമാണ് നമ്മൾ തീരുമാനം എടുക്കാതിരിക്കുക എന്നുള്ളത്. സോ വി ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ from today onwards that we will use the techniques and tools tomorrow morning onwards, just after going out from here now, then we will be in a position to talk in English something in front of anybody. Surely, I express my thanks to Mr. Bijoy sir, Mr. Patsan sir, Mr. Rupu sir on this occasion. LKG സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് ഇങ്ങനെ ഒരു നല്ല ടീച്ചറെ കിട്ടുവാണെങ്കിൽ അവര് ഈ 10th കഴിയുമ്പോൾ അവരെ എത്ര ഹൈ പോസ്റ്റിലെത്തും. അവരുടെ ലാംഗ്വേജും അവർ കാര്യങ്ങൾ മനസ്സിലാക്കണം. റീഡിങ് എന്തുകൊണ്ട് കുട്ടികൾ ബുക്ക് വായിക്കുന്നില്ല? അവർക്ക് വായിക്കാനുള്ള ഒരു ഫ്ലുവൻസി ഇല്ല. അല്ലെങ്കിൽ അവർക്ക് ഒരു ഇംഗ്ലീഷ് ബുക്കൊക്കെ ഇപ്പം വായിക്കാൻ കൊടുത്തില്ല, അവർ ഫുൾ വായിക്കില്ല. കാരണം അവർക്ക് അതിന്റെ ഒരു ബേസ്മെന്റ് കിട്ടാത്തതുകൊണ്ടാണ്. നമ്മളിപ്പോ ഒരു പുസ്തകം എടുത്ത് വെച്ച് 2-3 പേജ് വെച്ച് നിർത്തും. അവർക്ക് അത് കിട്ടാത്തോണ്ടല്ലേ. അപ്പം സാറ് എന്നോട് എനിക്കൊരു സജഷൻ, ഇപ്പം ഗോപു സാറ് തന്ന പേപ്പർ എനിക്ക് ഒന്നും എഴുതാൻ കിട്ടുന്നില്ല. കാരണം ഒരുപാട് എന്തൊക്കെയോ പറയാനുണ്ട്. സാറ് കുട്ടികളിൽ ഇങ്ങനെ ഒരു നല്ലൊരു ടീച്ചറെ കിട്ടുകയാണെങ്കിൽ ഇനിയുള്ള തലമുറയ്ക്ക് എന്തായാലും ഇങ്ങനെ ഏജ് ആയിട്ട് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇനിയുള്ള സാറെ ഒരു അധ്യാപകനായി കിട്ടാൻ ഭാഗ്യമുള്ള കുട്ടികൾക്ക് അത് അവരുടെ ജീവിതത്തില് പിന്നീട് തിരിഞ്ഞൊരു നോട്ടത്തിന്റെ ആവശ്യം എന്നില്ല. ഞങ്ങൾക്ക് ഇത് ലഭിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങളെ പാരന്റ്സ് ഇത് തന്നു കഴിഞ്ഞു, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റിയത്, ഇങ്ങനെ ഒരു അധ്യാപകനെ കിട്ടിയിട്ട് എന്നുള്ള പറയാനുള്ളൊരു അവസ്ഥ ഉണ്ടാക്കാൻ സാർ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്താൽ വളരെ വളരെ നന്നായി. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, പക്ഷെ ഈ കാലയളവിൽ വരെ എനിക്ക് ആകെ ഇംഗ്ലീഷിൽ അറിയാവുന്നത് വവൽസ് AEIOU വന്നാൽ യൂസ് ചെയ്യണം. ഇത് അല്ലാതെ ഒരു വാക്ക് പോലും, ഒരു വാക്കിന്റെ പോലും അർത്ഥം എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ ഇവിടെ വന്ന് ബിജോയ് സാറിന്റെ ഒരു സഹായത്താലാണ് എനിക്ക് മസ്റ്റ് എന്താണ്, മൈറ്റ് എന്താണ്, മൈറ്റ് എന്താണ് എനിക്ക് പറയാൻ പറ്റുന്നത്. ഇവിടെ സാർ ഇത്രയും നല്ലൊരു സാറ് ഞാൻ ഈ ലൈഫ് കണ്ടിട്ടില്ല. നല്ല സാർ ഇത്ര ഫ്രണ്ട്ലി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇതുപോലെ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യുന്ന പല ക്ലാസ്സിലും ഇരുന്നിട്ടുണ്ട്. ഇംഗ്ലീഷിന്റെ എത്രയോ ക്ലാസ്സുകൾ, എത്രയോ ആളുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. 1-2 പേരല്ല, പലരും പല രീതിയിൽ. അതായത് സ്കൂളുകളിൽ വന്നിട്ട് ഈ സാർമാർ ചെയ്തത്, ഞാൻ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്, ഇവിടുത്തെ സാർമാർ ചെയ്തത് വെറും ബുക്ക് വായിക്കും, സ്റ്റോറി വായിച്ച് സാറ് ക്ലാസ് കഴിഞ്ഞ് സാറ് പോയി. പക്ഷെ ഒന്നും അറിയില്ല, ഒറ്റ പൂജ്യമായിരുന്നു, 0 അതായിരുന്നു. പക്ഷെ ഇവിടുന്നാണ് എനിക്ക് പലതും കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാൻ humbly thankful to you sir. അതുപോലെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം കൂടി പറയുന്നു, ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഈ 3 ദിവസത്തിനുള്ളിൽ സാർ പല കാര്യങ്ങളും ഞങ്ങൾക്ക് തന്നു, അത് പലതും തന്നു. അത് നിങ്ങൾ ഇതുപോലെ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ആവില്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. നിങ്ങൾ അത് സാറ് പറഞ്ഞ പോലെ അത് ഒരു പ്രാക്ടീസ് ചെയ്ത് അത് ലൈഫ് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് അതുകൊണ്ട് സാധ്യമാവുള്ളൂ. അല്ലാതെ ഈ 3 ദിവസത്തെ ക്ലാസ് നിങ്ങൾ ഇപ്പൊ കേട്ടി ഒക്കെ മനസ്സിലാക്കി, മസ്റ്റിന്റെ യൂസേജ് അറിയാം, മൈക്കിന്റെ യൂസേജ് അറിയാം, പക്ഷെ വീട്ടിൽ പോയി ആ ബുക്ക് കൂട്ടി വെച്ച് അതൊക്കെ വലിച്ചെറിഞ്ഞ് പിന്നെ ലേഡീസ് ആണെങ്കിൽ നിങ്ങൾ അടുക്കളയിലേക്കും ബാക്കിയുള്ള വർക്കിനും പോയി. അതുകൊണ്ട് കാര്യമില്ല, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിനെ കൊണ്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു സംരംഭം വിജയിപ്പിക്കാനാവുമോ എന്ന് ഒരു പരീക്ഷണം ബിജോയ് സാർ നടത്തി. ആ ഒരു ധൈര്യത്തിൽ കേട്ടിട്ടുണ്ട്, നമ്മൾ ആദ്യം മുതലേ കേൾക്കുന്നതാണ് ടീച്ചിങ് ഈസ് ആൻ ആർട്ട് എന്നാണ് പറയാ.
അത് യഥാർത്ഥത്തിൽ അത് ഒരു യാഥാർത്ഥ്യമായിട്ട് കാണാൻ കഴിഞ്ഞ ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ ഞാൻ എന്നും ഈ സ്ഥാപനത്തെ ഓർമ്മിക്കുന്നതായിരിക്കും. ഏതായാലും ഒരു ഫസ്റ്റ് ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും സഹകരിച്ചു എന്ന് തന്നെയാണ് പറയാനുള്ളത്. ആ സഹകരിക്കാനുണ്ടായ കാരണം നമ്മൾ ഒരു നിമിഷം പോലും ബോറടി എന്താണെന്ന് അറിയാതെ ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. ചില തമാശകളൊക്കെ നല്ല സന്തോഷമുള്ള ഒരു ഫേസ് കാണാൻ വളരെയധികം പ്രയാസമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് പിന്നെ വീട്ടിലിപ്പോ വൈകുന്നേരം ചെന്ന് കഴിഞ്ഞാൽ മിക്കവാറും 7 മണി 8 മണിക്ക് ആയിട്ടാണ് വീട്ടിൽ കയറി ചെന്നാൽ അവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടികളുടെ പഠിത്തം കാര്യങ്ങൾ ഇതൊക്കെ കൂടി ആവുമ്പോൾ ഒരിക്കലും ഒരു ഫ്രീ ഒരു സമയമില്ല, ആസ്വദിക്കാനുള്ള സമയമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഒരു 3 ദിവസം ഒരു ബ്രേക്ക് കിട്ടി. അത് നമ്മളെ നല്ലൊരു റിഫ്രഷ്മെന്റ് ആയിട്ടാണ് തോന്നുന്നത്. ഏതായാലും ഈ സ്ഥാപനത്തിനും ഇവിടെയുള്ള എല്ലാ അധ്യാപകർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി. ബ്രിട്ടീഷ് ആചാര്യ, ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്. ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം. Hi friends, I am here again. Tell me, how have you enjoyed it? What have you felt? എന്ത് തോന്നുന്നു? സത്യസന്ധമായി പറഞ്ഞതാണെന്ന് തോന്നുന്നുണ്ടോ? അത് സാർ ഉണ്ടാക്കിയെടുത്ത വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. കാരണം അങ്ങനെയൊന്നും ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ശാശ്വതമല്ല. അതുകൊണ്ട് തന്നെയാണ് എന്താണ് അവർ പറഞ്ഞത് അത് തന്നെ നിങ്ങൾക്കായി സമർപ്പിച്ചത്. ഓക്കെ, 3 ദിവസം കൊണ്ട് ആ 28 പേരെ എനിക്ക് അങ്ങനെ ചിന്തിപ്പിക്കുവാൻ സാധിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെയും അങ്ങനെ ചിന്തിപ്പിക്കുവാൻ സാധിക്കും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് അവിശ്വസിക്കരുത്. 7 ദിവസം കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് സാധാരണ ബ്രെയിൻ ചിന്തിച്ചാൽ തീർച്ചയായിട്ടും ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം. അതുകൊണ്ട് തന്നെയാണ് ആ അനുഭവം നിങ്ങളെ കേൾപ്പിച്ചത്. സംഭവിക്കും എന്ന് നിങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കുവാൻ വേണ്ടി മാത്രം. ഓക്കെ, റിയൽ ക്ലാസ്സുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. 28 പേരെ പഠിപ്പിച്ചതിൽ നിന്നും എനിക്കെന്ത് കിട്ടി? ഒരു മോട്ടിവേഷൻ കിട്ടി. എന്താ? ഇത് നമുക്ക് ചെയ്യുവാൻ സാധിക്കുമെന്ന്. 3 ദിവസം കൊണ്ട് അവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുവാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഈ ലോകം, ഈ സിസ്റ്റം അറിയേണ്ടതാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഞാനിവിടെ നിന്നാൽ മാത്രം പോരാ, മറിച്ച് ഈ ജില്ല മാറി പല ജില്ലകളിലേക്കും പോകണം. അവിടെ ഇങ്ങനെ ഈ ചെറിയ ചെറിയ ക്ലാസ്സുകളെടുത്ത് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെ തൊട്ടടുത്ത ജില്ലയായ മലപ്പുറത്ത് നടത്തുവാൻ തീരുമാനിച്ചു. മലപ്പുറത്തൊരു പരസ്യം കൊടുത്തു. സെമിനാറിന് ആകെ വന്നത് 9 പേര് മാത്രം. കാലിക്കറ്റിൽ പരസ്യം കൊടുക്കുമ്പോൾ കാലത്തൊക്കെ ഒരു 9:30 മണിയാകുമ്പോഴേക്കും കോളുകളുടെ ഇങ്ങനെ പ്രവാഹമായിരിക്കും. ഈ മലപ്പുറത്ത് കൊടുത്തപ്പോൾ കിട്ടിയത് വെറും 9 കോളുകൾ മാത്രമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്ത് പറ്റി? ഈ മലപ്പുറത്തെ ആൾക്കാർക്കൊന്നും ഭാഷ വേണ്ടേ എന്ന്. അങ്ങനെ ഞാനൊരു സുഹൃത്തിനെ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ ഒരു പരസ്യം കണ്ടിരുന്നോ? ഒരു പരസ്യം കൊടുത്തു, ഇതേവരെ കോളുകളൊന്നും വന്നില്ല. അദ്ദേഹത്തിന് അറിയാം കാലിക്കറ്റിലെ രീതി. പക്ഷേ അദ്ദേഹം പറഞ്ഞു, എങ്ങനെ കോൾ വരും സാർ? ഈ രീതിയിലുള്ള പരസ്യം കൊടുത്താൽ ആൾക്കാർ മണ്ടന്മാരൊന്നുമല്ല അത് വിശ്വസിക്കാൻ. വരില്ല ആരും. സാറിന് എനിക്കറിയാം, സാർ എന്ത് ചെയ്യുന്നു എന്ന് എനിക്കറിയാം. കാലിക്കറ്റിൽ ഇത്രയും വർഷങ്ങളായതുകൊണ്ട് അവിടെ പ്രശ്നമില്ല. പക്ഷേ മലപ്പുറം ഒരു പുതിയ സ്ഥലമായതുകൊണ്ട് ഇത്രയും ദിവസം കൊണ്ട് ഫ്ലുവൻസി നേടുവാൻ കഴിയുമെന്നൊക്കെ പരസ്യം കൊടുത്താൽ ആരും വരില്ല. കാരണം അവരൊക്കെ വർഷങ്ങളായിട്ട് ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം വെറും നിസ്സാര ദിവസങ്ങൾ കൊണ്ട് നടക്കുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല സാർ. അത് തന്നെയാണ് വരാത്തതിൻ്റെ കാരണം. എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷേ അവർക്ക് എന്നിൽ വിശ്വാസമില്ല. സാധാരണ ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ, ഐ അണ്ടർസ്റ്റാൻഡ്. അവർ കുറ്റം പറയുകയല്ല. എന്ത് ചെയ്യുവാൻ സാധിക്കും? ഇതെങ്ങനെ അവരെ ഒന്ന് അറിയിക്കുവാൻ സാധിക്കും? ഈ ഫ്രീ സെമിനാർ കേൾക്കാനെങ്കിലും വരണ്ടേ? അതിന് പോലും ആളില്ല. കാരണം വിശ്വാസമില്ല ആർക്കും. ആദ്യമായിട്ട് 9 പേർക്ക് വേണ്ടി സെമിനാർ നടത്തുകയാണ്. സെമിനാർ കഴിഞ്ഞു, പിറ്റേ ദിവസം മെയിൻ ക്ലാസ് തുടങ്ങും. അതിനെ ഞാൻ കാത്തിരിക്കുകയാണ്. 8 മണി 7:55 ആയപ്പോൾ 2 പേര് വന്നു ചേർന്നു, പൈസ അടച്ചു ചേർന്നു. 2 പേരെ വെച്ച് എങ്ങനെ ക്ലാസ് തുടങ്ങുവാൻ സാധിക്കും? ജീവിതത്തിൽ ആദ്യമാണ് 2 പേർക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നത്തിങ് ക്യാൻ ബി ഡൺ, ഇല്ലേ? അപ്പോൾ ഒരു ചെറിയ നിരാശയൊക്കെ മനസ്സിൽ വരികയാണ്. ഇത്രയും നല്ല കാര്യം കയ്യിലിരുന്നിട്ടും, ഇത്രയും നല്ല രീതി കയ്യിലിരുന്നിട്ടും ആരും വരുന്നില്ലല്ലോ എന്ന് അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ വേറെ 5 പേര് കൂടി വരികയാണ്. 9 പേരിൽ വേറെ 5 പേർ. അവർ ഒന്നിച്ചാണ്, ഒരു ഗ്യാങ്ങാണ്. അവർ വന്നു. അപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് ഫോം ഫില്ല് ചെയ്യാൻ കൊടുത്തു. ഞാൻ പറഞ്ഞു, വേഗമാകട്ടെ, ക്ലാസ് തുടങ്ങാൻ സമയമായി.
അപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് എന്നോട് പറഞ്ഞു, സാർ അവർ 200 രൂപയാണ് കൊണ്ടുവന്നിട്ടുള്ളൂ. ഒരാൾക്ക് 200 രൂപ. ഒരു ദിവസം ഒരാൾക്ക് 550 രൂപ ചിലവാണ്. മനസ്സിലാവുന്നുണ്ട്? 350 രൂപ ഭക്ഷണത്തിനും 200 രൂപ മെറ്റീരിയലും. ആ ദിവസം കൊടുക്കുന്ന മെറ്റീരിയലിന് ആ ബുക്കിന് 200 രൂപ ചിലവാണ്. അപ്പോൾ മൊത്തം വരുന്നത് എത്രയാണ്? 550 രൂപ. അവരടയ്ക്കാൻ പോകുന്നത് 200 രൂപ. ഞാൻ പറഞ്ഞു നടക്കില്ല. കാരണം this is the expense which we have here a day. So how can I permit you to be in the class without paying money? It's not possible, my dear friend. Very sorry എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു കാര്യം സംസാരിക്കുവാനുണ്ട്. അപ്പോൾ എന്നെ മാറ്റി നിർത്തിയിട്ട് സംസാരിക്കുകയാണ്. സാർ, ഞങ്ങൾ IELTSൻ്റെ സ്റ്റുഡൻസാണ്. 10,000 രൂപ കൊടുത്ത് ഒരു സ്ഥാപനത്തിൽ ചേർന്നു. 3 മാസം പോയിട്ട് സാറിൻ്റെ സെമിനാറിൽ നിന്ന് കിട്ടിയ അതുപോലും കിട്ടാതെ നടക്കുന്നവരാണ് സാർ ഞങ്ങളെന്ന്. ഈ കേരളത്തിൽ എത്രയോ പേർ അങ്ങനെ ചതിക്കപ്പെടുന്നുണ്ട്. പ്രതീക്ഷിച്ച് ചെല്ലുകയാണ്. IELTS എന്ന് പറയുന്നത് നമുക്കറിയാം, അത് വേറൊരു തലമാണ്. ബേസ് ഇല്ലാതെ ഒന്നും നേടാൻ സാധിക്കില്ല. എൻ്റെയൊക്കെ ക്ലാസ് കഴിയുമ്പോൾ IELTS എഴുതുവാൻ എത്ര രസകരമായിരിക്കും എന്നുള്ളത് അവർ കണ്ടറിയേണ്ടതാണ്. എനിവേ, ഈ കുട്ടികൾ ഇങ്ങനെ പറയുകയാണ്, ശരി ഞങ്ങളൊന്ന് ഇരിക്കുകയാണ്. വീണ്ടും അവർ പറഞ്ഞു, ഇത് 10 മണിക്കൂർ ഒരു ദിവസം ഇരിക്കുവാൻ പറ്റുമോ എന്നൊക്കെ അറിയണം സാർ. അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം ഈ 200 രൂപ തരുന്നത്. അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് ക്ലാസ്സിൽ അഡ്മിറ്റ് ചെയ്യണം, പെർമിഷൻ തരണമെന്ന് പറഞ്ഞു. സെമിനാറാണെങ്കിൽ 1.5 മണിക്കൂറാണ് ഉണ്ടായിരുന്നുള്ളൂ. സാറ് ചിരിപ്പിച്ചു, കളിപ്പിച്ചു, പഠിപ്പിച്ചു, എല്ലാം ശരി. പക്ഷേ 10 മണിക്കൂർ ഹൗ യു കണ്ടക്ട് എന്നുള്ളത് കൂടി അറിയണമെന്ന് പറഞ്ഞു. ഏതായാലും ഞാൻ തീരുമാനിച്ചു. വിഷമം കണ്ടു, കാരണം IELTSന് പോയിട്ട് നടക്കാത്തവരല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് അവരെ ഒന്ന് പറഞ്ഞു കൊടുക്കണമല്ലോ. ഒരു വാശിയായി അവരോട് പറഞ്ഞു, കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവർ ക്ലാസ് അറ്റൻഡ് ചെയ്തു. 5 പേര് 1000 റുപ്പീസ് അടച്ച് അറ്റൻഡ് ചെയ്യുകയാണ്. ക്ലാസ് കഴിഞ്ഞു. ആദ്യ ദിവസം കഴിഞ്ഞു. അടുത്ത ദിവസമായി. ആദ്യത്തെ 2 പേരെത്തി, പൈസ അടച്ചവരെത്തി, ഈ പൈസ അടയ്ക്കാത്തവരെ കാണാനില്ല. അപ്പോൾ ഒരു സംശയം തോന്നി. എന്ത് സംശയം? അവർ വരില്ലേ എന്നുള്ളത്. പൈസ കിട്ടാത്തതിൻ്റെ പേരിലല്ല സങ്കടം, അതൊക്കെ നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും. നമ്മുടെ സ്വപ്നങ്ങൾ തകരുകയാണ്. ഈ ക്ലാസ് കൊണ്ട് ഈ ലോകം മൊത്തം സഞ്ചരിക്കുവാൻ തീരുമാനിച്ച ഞാൻ അവർക്കത് എൻജോയ് ചെയ്യുവാൻ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ സ്വപ്നങ്ങളുടെ ചിറകുകൾ അവർ മുറിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. എൻ്റെ സ്വപ്നങ്ങൾ തകർന്നു എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ദേ വരുന്നു അവർ, ആ 5 പേരും. ഞാൻ അപ്പോൾ പൈസ മേടിച്ചില്ല, കാരണം ക്ലാസ് തുടങ്ങേണ്ട സമയം കഴിഞ്ഞതുകൊണ്ട് നേരെ ഞാൻ ക്ലാസ്സിലിരുത്തി. ഓക്കെ, അർഹതയുണ്ടെങ്കിൽ കിട്ടുമെന്ന വിശ്വാസത്തോടെ നേരെ ക്ലാസ്സിലിരുത്തി. 2ാമത്തെ ക്ലാസ്സിൻ്റെ അവസാനം അവർ പോകുമ്പോൾ ആ മൊത്തം പൈസ അടച്ചു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ തുള്ളിച്ചാടുകയാണ്. അകത്ത് സന്തോഷം കൂടി ഞാൻ തുള്ളിച്ചാടി. തീർച്ചയായിട്ടും എൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. ഈ ലോകം എന്നെ ഏറ്റെടുക്കുവാൻ പോകുന്നു. ഈ സിസ്റ്റം, ഈ പ്രപഞ്ചം മൊത്തം വ്യാപരിക്കാൻ പോകുന്നു എന്നൊക്കെ ഞാൻ ചിന്തിച്ച് സന്തോഷിക്കുകയാണ്. ക്ലിയർ? മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത് സത്യമാണ്. ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ഇത് നുണയൊന്നുമല്ല. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക. 28 പേരുടെ അനുഭവം നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ, അതിൽ സത്യമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഇതിലും സത്യമുണ്ടെന്ന് നിങ്ങൾക്ക് കരുതാം. അല്ലാതെ നിങ്ങളെ നുണ പറഞ്ഞ് എന്നിലേക്ക് അടുപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. വിശ്വസിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുക എന്ന് മാത്രം ഞാൻ പറയുകയാണ്. ഓക്കെ? ബ്രിട്ടീഷ് ആചാര്യ, ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്. ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം. Okay, my dear friends, let me conclude. I hope you got bored. Okay, so I don't delay you much. We can go to the class, the real class. One by one you can enjoy. Before you go to the real class, I want to say one more thing. Okay, please. ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ആ മലപ്പുറത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. സാറിൻ്റെ കഥ കേൾക്കാനാണോ സാർ ഞങ്ങളിങ്ങനെ ഇരിക്കുന്നത് എന്നാണോ ചിന്തിക്കുന്നത്? ഒരു 2 minutes. ഓക്കെ, ഒരു വിശ്വാസം നിങ്ങൾക്ക് വരണം, അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ ഈ ആൾക്കാരെ സെമിനാറിൽ എത്തിക്കാമെന്ന് ചിന്തിക്കുക. അങ്ങനെ പരസ്യത്തിൻ്റെ രീതി ഒന്ന് മാറ്റി. ക്യാപ്ഷൻ ഹെഡിങ് ഇതായിരുന്നു: 3 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സുന്ദരമായിട്ട് സംസാരിച്ച് തുടങ്ങുവാൻ സാധിച്ചില്ലെങ്കിൽ പുറങ്കിലടയ്ക്കൂ ഞങ്ങളെ എന്നായിരുന്നു ഹെഡിങ്, പരസ്യത്തിൻ്റെ ഹെഡിങ്. ഇതും ജനങ്ങളിലെത്തി. കുറേ പേരൊക്കെ വന്നു. കുറച്ചുകൂടി ഇംപ്രസീവായിരുന്നു അത്. ഇതിൽ സത്യമുണ്ട് എന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ പരസ്യം പോലും കൊടുത്തത്. എന്നിട്ടും ആൾക്കാർ അവിശ്വസിച്ചു എന്ന് പറയുകയാണ്. പിന്നെ എന്ത് ചെയ്യുവാൻ സാധിക്കും? അതാണ് പിന്നെ ചിന്തിച്ചത്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുഹൃത്തിനെ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാർ ഇന്ന് എല്ലാവരുടെയും കയ്യിൽ നെറ്റുണ്ട്, വീട്ടിൽ നെറ്റുണ്ട്, മൊബൈൽ ഫോണിൽ നെറ്റുണ്ട്,
എല്ലാവരൊക്കെ യൂട്യൂബ് കാണുന്നവരാണ്, ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉള്ളവരാണ്. അതുകൊണ്ട് സാർ ഒരു വീഡിയോ എടുത്ത് സാറിൻ്റെ ക്ലാസ്സിൻ്റെ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്താൽ അവർക്ക് മനസ്സിലാകും ഇതാണ് സിസ്റ്റം എന്നുള്ളത്. പിന്നെ അവർ ക്ലാസ്സിലേക്ക് വരും. അതൊരു നല്ലൊരു ഐഡിയ ആണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ യൂട്യൂബിൽ നോക്കുകയാണ്. ഇങ്ങനെയുള്ള വീഡിയോകൾ കിടക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ വ്യത്യസ്തനാകുകയില്ലല്ലോ, എനിക്ക് വ്യത്യസ്തനായേ പറ്റൂ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾ കിടക്കുന്നുണ്ടെന്ന് ഞാൻ നോക്കി. അപ്പോൾ വീഡിയോകൾ ഇഷ്ടം പോലെയുണ്ട്, ആയിരക്കണക്കിന് വീഡിയോകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് മലയാളം എന്ന് ടൈപ്പ് ചെയ്തൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ, സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് ടൈപ്പ് ചെയ്തൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ, യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ. ആയിരക്കണക്കിന് 10,000-കണക്കിന് വീഡിയോകൾ വരും നിങ്ങളുടെ മുന്നിൽ. അതിലൊന്നും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ചിലപ്പോൾ കാണുവാൻ സാധിച്ചെന്ന് വരില്ല. ഈ പേര് ടൈപ്പ് ചെയ്യാതെ അത് കയറി വരില്ല. കാരണം എന്താ, അതിലൊക്കെ വ്യൂവേഴ്സ് കൂടുതൽ ഉള്ളവരാണ്, വർഷങ്ങൾക്ക് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടായിരിക്കും അത് വരിക. എനിവേ, കുറച്ച് വീഡിയോകൾ ഞാൻ കാണുകയാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന ട്രെയിനേഴ്സിൻ്റെ വീഡിയോ, അതുപോലെ തന്നെ മലയാളത്തിലുള്ള വീഡിയോ, ഇംഗ്ലീഷിലുള്ള വീഡിയോ ഒക്കെ കാണുകയാണ്. ഈസാണ്, വാസായിരുന്നു, വിൽ ബി ആകും, ഇന്ന് മഴ പെയ്യും, നാളെ മഴ പെയ്യില്ല എന്നൊക്കെ പറയുന്ന വീഡിയോകളാണ് കാണുവാൻ സാധിക്കുകയുള്ളൂ. അതവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. അതിലൊന്നും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ പറയുന്നത് ശരിയാണോ എന്നറിയാൻ ഞാൻ പറയുന്നത് വിശ്വസിക്കണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് നോക്കാവുന്നതേ ഉള്ളൂ. നോക്കുക, ഈ രീതിയിലുള്ള ക്ലാസ്സാണോ അതിലുള്ളത്, അത് വേറെ രീതിയിലാണോ, ഏതാണ് ഇഷ്ടപ്പെടുക എന്ന് നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ കയ്യിലിരിക്കുന്നൊരു സിസ്റ്റം, ആ സിസ്റ്റവുമായിട്ട് നോക്കുമ്പോൾ ആ പഠനരീതി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എത്ര വ്യത്യാസമുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇതിനായി ശ്രമിക്കുന്നതും ഈ വീഡിയോകൾ നിങ്ങൾക്കായി ഞാൻ സമർപ്പിക്കുന്നതും. ആ വ്യത്യസ്തത അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. അതുകൊണ്ട് അവിശ്വാസം പാടില്ല. ഞാൻ പറയുന്നു, ഈ 7 ദിവസത്തെ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള കഷ്ടപ്പാട്, ബോറിംഗ് ഉണ്ടായാൽ, മനസ്സിലാകാതെ വന്നാൽ, നിങ്ങൾ പ്രതീക്ഷിച്ചതിലപ്പുറം കിട്ടിയില്ലെങ്കിൽ യു ക്യാൻ ഗെറ്റ് ബാക്ക് യുവർ മണി. അതാണ് എൻ്റെ പ്രോമിസ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു എന്ന് കരുതിക്കൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. ഐ ആം കൺക്ലൂഡിങ് ഹിയർ. സോ താങ്ക് യു വെരി മച്ച് ഫോർ ബീയിങ് വിത്ത് മീ. ഐ ഹോപ്പ് ദാറ്റ് once we can see in person, right? So enjoy watching. Go to the real class, take the next video, watch one by one. Thank you very much. ബ്രിട്ടീഷ് ആചാര്യ, ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്. ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം.